ലെബനനിൽ നിരവധി ഹിസ്ബുള്ള പ്രവർത്തകർ കൊല്ലപ്പെടാൻ കാരണമായ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വർഷങ്ങൾ നീണ്ട ആസൂത്രണമാണ് ഇത്തരത്തിലൊരു അസാധാരണ സ്ഫോടനത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ലെബനനിലെ ഹിസ്ബുള്ളക്കായി പേജറുകൾ നിർമ്മിച്ച ഹംഗറി ആസ്ഥാനമായ BAC കൺസൾട്ടിംഗ് ഒരു ഇസ്രയേൽ ഷെൽ കമ്പനിയാണ് എന്ന് ന്യൂയോർക്ക് ടൈംസ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. 2022 മുതലാണ് പേജറുകളുടെ കയറ്റുമതി ഇവർ ആരംഭിച്ചതത്രേ. മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കാനും ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പേജറുകളിലേക്ക് മാറാനും ഹിസ്ബുള്ള നേതാക്കൾ ആഹ്വാനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇലക്ട്രോണിക്സ് ആക്രമണത്തിനുള്ള പദ്ധതി ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് തയ്യാറാക്കിയിരുന്നു എന്നർത്ഥം. ഇതിനായി ഒന്നിലധികം ഷെൽ കമ്പനികളും ഇസ്രയേൽ ആരംഭിച്ചിരുന്നു. ഉടമസ്ഥരുടെ ഐഡന്റിറ്റി പൂർണ്ണമായി ഒഴിവാക്കിയായിരുന്നു ഷെൽ കമ്പനികളുടെ രൂപീകരണം. പ്രത്യക്ഷത്തിൽ BAC കൺസൾട്ടിംഗ് ഹംഗറി ആസ്ഥാനമായുള്ള ഒരു കമ്പനിയാണ്. തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയ്ക്ക് വേണ്ടി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ നടപ്പാക്കുന്ന കമ്പനി. ഈ കമ്പനി ഇസ്രയേലി ചാരസംഘടനയുടെ നിയന്ത്രണത്തിലായിരുന്നു എന്ന് ഇസ്രയേലിലെ തന്നെ 3 രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. തുടക്കത്തിൽ യാതൊരു സംശയത്തിനും ഇട നൽകാതെ BAC കൺസൾട്ടിംഗ് കമ്പനി സാധാരണ ഉപഭോക്താക്കൾക്കായി സാധാരണ പേജറുകളുടെ വിതരണം ഏറ്റെടുത്തു. അപ്പോഴും കമ്പനിയുടെ ലക്ഷ്യം ഹിസ്ബുള്ള ആയിരുന്നു. മൊബൈൽ ഫോണുകൾ ഒഴിവാക്കി പേജറുകൾ ഉപയോഗിക്കാൻ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള ഉത്തരവിട്ടതോടെ ലെബനനിലേക്ക് വൻതോതിൽ പേജറുകളുടെ കയറ്റുമതി വർദ്ധിച്ചു. ഹിസ്ബുള്ളക്കായി നിർമ്മിച്ച പേജറുകളിൽ ഉണ്ടായിരുന്നത് സ്ഫോടനാത്മകമായ പെൻഡറൈത്രിറ്റോൾ ടെട്രാനൈട്രേറ്റ് അടങ്ങിയ ബാറ്ററികളായിരുന്നു. ഇവ കൃത്യമായി ഒരു സന്ദേശത്തിലൂടെ പൊട്ടിത്തെറിപ്പിക്കാവുന്ന തരത്തിലാണ് നിർമ്മിച്ചിരുന്നത്. ഈ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് ഇസ്രയേൽ ദശലക്ഷക്കണക്കിന് ഡോളറാണ് ചെലവഴിച്ചതത്രേ. യഥാർത്ഥത്തിൽ ഹാക്കിംഗ് പേടിച്ച് മൊബൈൽ ഒഴിവാക്കി പേജറുകളിലേക്ക് മടങ്ങാനുള്ള ഹിസ്ബുള്ളയുടെ തീരുമാനം തന്നെയാണ് അവർക്ക് തിരിച്ചടിയായത്. ഈ തീരുമാനം നടപ്പിലാക്കിയതിന് പിന്നിലും മൊസാദിന്റെ പ്രേരണയുണ്ടോ എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഹിസ്ബുള്ള പ്രവർത്തകരുടെ മീറ്റിംഗുകളിലാണ് ഹസൻ നസ്രുള്ള സെൽഫോണുകൾ നിരോധിച്ചിരുന്നത്. ഹിസ്ബുള്ളയുടെ നീക്കങ്ങളുടെയും പദ്ധതികളുടെയും വിശദാംശങ്ങൾ ഒരിക്കലും സെൽഫോണുകളിലൂടെ അറിയിക്കരുത് എന്ന് അദ്ദേഹം ഉത്തരവിടുകയായിരുന്നു. ഹിസ്ബുള്ള ഉദ്യോഗസ്ഥർ എല്ലായ്പ്പോഴും പേജറുകൾ കൊണ്ടുപോകണമെന്നായിരുന്നു നസ്രുള്ളയുടെ ഉത്തരവ്. യുദ്ധമുണ്ടായാൽ പ്രവർത്തകരോട് എവിടേക്കൊക്കെയാണ് പോകേണ്ടത് എന്നറിയിക്കാൻ പേജറുകൾ ഉപയോഗിക്കണമെന്നും നസ്രുള്ള ഉത്തരവിട്ടിരുന്നു. ഒക്ടോബർ 7 ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ച സമയത്താണ് തങ്ങളുടെ അംഗങ്ങളോട് ഹിസ്ബുള്ള ആക്രമണ സാധ്യതയുള്ളതിനാൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുത് എന്നും പകരം ആശയവിനിമയത്തിനായി പേജറുകൾ ഉപയോഗിക്കാമെന്നും നിർദ്ദേശിച്ചത് എന്നാണ് BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അതിനും എത്രയോ മുമ്പ് തന്നെ വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച പേജറുകൾ ഷെൽ കമ്പനി മുഖേന ഇസ്രയേൽ ലെബനിൽ എത്തിച്ചിരുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.